എല്ലാവർക്കും എ ടു സെഡ് വാർത്തയിലേക്ക് സ്വാഗതം. മലയാള സിനിമയുടെ താരരാജാവാണ് മമ്മൂട്ടി. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ ഉമ്മറത്ത് ഒരു കസേരയും ഇട്ട് അദ്ദേഹം ഇരിപ്പുണ്ട്. കാലത്തിനൊപ്പം തന്നിലെ നടനെയും താരത്തെയും പുതുക്കി പണിതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മമ്മൂട്ടി. തനിക്കൊപ്പം മലയാള സിനിമയും മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുമുണ്ട്. തന്റെ കരിയറിൽ ഒരിടം കണ്ടെത്താൻ മമ്മൂട്ടിക്ക് കുറെ പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ കൈരളി ടിവിയിലെ ഒരു പരിപാടിയിൽ വെച്ച് മമ്മൂട്ടി മേള എന്ന ചിത്രത്തിലേക്ക് എത്തിയതിനെക്കുറിച്ചും മമ്മൂട്ടിയുടെ തുടക്കകാലത്തെക്കുറിച്ചുമൊക്കെ നടൻ ശ്രീനിവാസൻ സംസാരിച്ചിരുന്നു. KG ജോർജ് ഒരുക്കിയ മേള മമ്മൂട്ടിയുടെ കരിയറിലെ ഒരു വഴിത്തിരിവായിരുന്നു. ശ്രീനിവാസന്റെ വാക്കുകൾ ഇങ്ങനെ: ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകൻ പ്രഭാകരൻ സാറും സുഹൃത്തുക്കളും ചേർന്ന് ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. KG ജോർജാണ് സംവിധായകൻ. എന്റെ നാട്ടുകാരനായ ശ്രീധരൻ ചെമ്പാടിൻ്റെതാണ് കഥ. പ്രഭാകരൻ സാർ നിർമ്മാതാവായതിനാൽ ആ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ഞാനും ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ കഥ തിരക്കഥയാകുന്ന ഘട്ടം മുതൽ കഥ എങ്ങനെ തിരക്കഥയാകുന്നു എന്നതിന്റെ പ്രാരംഭ വിദ്യാഭ്യാസം ഞാൻ നേടുന്നത് അവിടെ നിന്നുമാണ്. ഒരു സർക്കസ് കഥയായിരുന്നു. നായകൻ കുള്ളനാണ്, സർക്കസിലെ കോമാളി. ഉപനായകൻ മോട്ടോർ ബൈക്ക് ജമ്പ് ചെയ്യുന്ന ആളാണ്. ആ റോൾ ചെയ്യാൻ സ്മാർട്ടായിട്ടുള്ള, കാണാൻ സൗന്ദര്യമുള്ള ഒരാൾ വേണം. എറണാകുളത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം വക്കീലാണ്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങളുടെ ക്യാമറാമാൻ രാമചന്ദ്ര ബാബുവും അവിടെ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹവും അതിനെ പിന്തുണച്ചു. ആ ചിത്രമാണ് മേള. ഞങ്ങളുടെ നാട്ടിലും എറണാകുളത്തുമൊക്കെ വെച്ചാണ് ചിത്രീകരണം നടക്കുന്നത്. എറണാകുളത്ത് വെച്ച് മമ്മൂട്ടി ജോർജ് സാറിനെ കണ്ടു. മമ്മൂട്ടി ആ വേഷം അഭിനയിക്കുകയും ചെയ്തു. മേളയുടെ ഡബ്ബിംഗ് മദ്രാശിയിൽ വെച്ചായിരുന്നു. മമ്മൂട്ടി വരികയും ഡബ്ബ് ചെയ്യുകയും ചെയ്തു. തിരിച്ചു പോകാൻ നേരം സെൻട്രൽ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ വെച്ച് പ്രഭാകരൻ സാർ എന്നെ ഏൽപ്പിച്ച മമ്മൂട്ടിയുടെ പ്രതിഫല തുക ഞാൻ മമ്മൂട്ടിക്ക് കൊടുത്തു. 800 രൂപ. മമ്മൂട്ടിയുടെ കണ്ണ് തള്ളിപ്പോയി. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം 50 രൂപയായിരുന്നു. 800 രൂപ കണ്ടാൽ കണ്ണ് തള്ളി പോകുന്നതിൽ അത്ഭുതമില്ല. ഈ രൂപ കൊണ്ട് ഞാൻ എറണാകുളത്ത് ഒരു വിലസുമെന്നൊക്കെ മമ്മൂട്ടി എന്നോട് പറഞ്ഞു. എറണാകുളത്തെ വക്കീൽ പണിയിൽ നിന്നും അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. മേള റിലീസ് ചെയ്തു. പക്ഷേ വൻ വിജയമൊന്നും ആയില്ലെങ്കിലും മമ്മൂട്ടി എന്ന നടനെ പ്രേക്ഷകർ സ്വീകരിച്ചു. തുടരെ നല്ല വേഷങ്ങൾ മമ്മൂട്ടി ചെയ്തു. പടയോട്ടം എന്ന ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തതോടെ മമ്മൂട്ടിയുടെ മൂല്യവും ഉയർന്നു. മേളയിൽ ചാൻസ് വാങ്ങിച്ചു കൊടുത്ത ആളെന്ന നിലയിൽ മമ്മൂട്ടി എന്നോട് പ്രത്യേക മമതയും കാണിച്ചു തുടങ്ങി. പക്ഷെ എനിക്കറിയാം, മമ്മൂട്ടിക്ക് വേണ്ടിയല്ല, മേള എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് മമ്മൂട്ടിയുടെ പേര് ഞാൻ പറഞ്ഞതെന്ന്. മമ്മൂട്ടിയുടെ വളർച്ചയിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഒരാളുടെ വളർച്ചയും തളർച്ചയും അയാളുടെ പ്രവൃത്തികളെയും കഴിവിനെയുമാണ് ആശ്രയിച്ചിരിക്കുന്നത്. അഭിനയിക്കാനുള്ള കഴിവില്ലെങ്കിൽ ആര് റെക്കമെൻഡ് ചെയ്താലും ഒരാൾ നടനാകാൻ പോകുന്നില്ല, ശ്രീനിവാസൻ പറയുന്നു. കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.